ഇല്ലിത്തോട്ടത്തിൽ കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണു. ഇന്ന് പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. കിണറ്റിനു സമീപത്ത് കാട്ടാനക്കൂട്ടം നിലയുറപ്പിച്ചിരിക്കുകയാണ്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. കാണാൻ പറ്റിയില്ലല്ലേ? മക്കളെടാ കാണാൻ പറ്റിയില്ലല്ലേ? പ്രദീപ് ജോസഫ് ഒപ്പം. പ്രദീപ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? ആനക്കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള മാർഗങ്ങളൊക്കെ തുടങ്ങിയോ അവിടെ? മലയാറ്റൂർ നീലേശ്വരം പഞ്ചായത്തിലെ 7ാം വാർഡിൽ ഉൾപ്പെടുന്ന ഇല്ലിത്തോട് മുളംകുടിയിലാണ് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലുള്ള കിണറിൽ ആനക്കുട്ടി വീണത്. ഇന്ന് വെളുപ്പിന് ഏതാണ്ടൊരു 1 മണിയോട് കൂടിയാണ് ആനക്കുട്ടി വീണതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആനക്കുട്ടിക്ക് ഏതാണ്ടൊരു 2 വയസ്സ് പ്രായം വരും. കാട്ടാന ശല്യം ഏറെയുള്ളൊരു പ്രദേശം കൂടിയാണിത്. അടുത്തു തന്നെ മറ്റ് കാട്ടാനകൾ നിൽക്കുന്നത് കൊണ്ട് ഈ ആനകളെ ഇവിടെ നിന്ന് മാറ്റിയതിനു ശേഷം മാത്രമേ കാട്ടാനക്കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ പൂർണ്ണമായും തുടങ്ങാനാകൂ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. 6 മാസത്തിലധികമായി പ്രദേശത്ത് കാട്ടാന ശല്യം ഏറെ രൂക്ഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം ശ്രീ ഭദ്രകാളി മഹാദേവ ശാസ്ത്ര ക്ഷേത്രത്തിന്റെ തിടപ്പള്ളി പൊളിച്ചിരുന്നു. കൂടാതെ മതിലും കാട്ടാന പൊളിച്ചിരുന്നു. ഇതിനിടെയാണ് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 1 മണി 2 മണിയോടുകൂടി കാട്ടാനക്കുട്ടി കിണറ്റിൽ വീണത്. കിണറിന്റെ വക്ക് ഇടിച്ചു മാറ്റി മാത്രമേ ഈ ആനക്കുട്ടിയെ പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനൊരു പക്ഷേ യന്ത്ര സംവിധാനങ്ങൾ ആവശ്യമായേക്കും. ആദ്യമായി ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന ഈ ആനക്കൂട്ടത്തെ ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ളതാണ് ശ്രമകരമായ ദൗത്യം. അതിനുശേഷമേ ആനക്കുട്ടിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയുള്ളൂ. ഈ ആനക്കുട്ടി വീണത് ഒരു ആഴമേറിയ കിണറ്റിലാണോ പ്രദീപ്? കൂടുതൽ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് കിണറിന് എത്രമാത്രം ആഴമുണ്ട്, ആനക്കുട്ടിയെ പുറത്തെത്തിക്കുക എളുപ്പമാണോ തുടങ്ങിയ കാര്യങ്ങൾ അത്ര വ്യക്തമല്ല. അല്പസമയം കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം കിട്ടുകയുള്ളൂ. എന്തായിരുന്നാലും ഏതാണ്ട് ഒരു 2 വയസ്സോളം പ്രായം വരുന്ന ആനക്കുട്ടിയാണ് കിണറ്റിൽ വീണിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായ ഒരു കാഴ്ചയിൽ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന. ശരി പ്രദീപ്, എന്താണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരും. ആനക്കുട്ടി വീണ കിണറ്റിന്റെ ആഴം എത്രയാണ്, അല്ലെങ്കിൽ ദൗത്യം ആരംഭിച്ചോ എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി വ്യക്തത വരേണ്ടതുണ്ട്.